അസ്സലാമു പ്രിയ സുഹൃത്തുക്കളെ, വളരെ രസകരമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ മമ്മൂട്ടി വഴിപാട് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചോ, അതിനെപ്പറ്റി അപ്പോൾ ചർച്ച, പാതിര ചർച്ചകൾ അതിനെ പറ്റിയാണ്. എന്തിനിതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഓരോരുത്തർക്കും അവരെ ആശയങ്ങളനുസരിച്ച് ജീവിക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾ ഒരു വർഗീയവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്തതിനെ അവർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവർ എന്തിനായാലും ചർച്ച ചെയ്യേണ്ട ആവശ്യം? അതേ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരെന്താണ് പറയുക, മുസ്ലിമീങ്ങളുടെ പേര് മൊത്തത്തിൽ മുസ്ലിമീങ്ങൾ എന്താണ് മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ വീഡിയോകളും ഇനിയിപ്പോൾ അത് ആരിഫ് എടുത്തു വെക്കും. ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഈ വൃത്തികെട്ട പരിപാടി നിർത്തണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ആര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും ഇസ്ലാമിലേക്ക് വന്നാലും അതുകൊണ്ടൊന്നും മുസ്ലിമീങ്ങൾക്കൊരു നേട്ടമോ കോട്ടമോ അല്ല. ഓൽക്കാണ് കോട്ടമുള്ളത്, ആ വരുന്നവർക്കും പോണവർക്കും. ഇപ്പോൾ ഇവിടെ ഇത് പറഞ്ഞാണ്ട് വർഗീയത പരത്തുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളൊക്കെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഹിന്ദുക്കളും പരസ്പര സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കുന്നവരാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സാളിഗ്രാം ഇവിടെ അരീക്കോട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് ഒരു 6 ആൾക്കാർ പിരിവിന് വന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനെന്ത് ചെയ്തു അറിയാം? അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല, ഉള്ളത് കൊടുക്കാന്നുള്ള നിലക്ക് ഒരു 100 രൂപ ഉണ്ടായിനി ആകെ. ഞാൻ പറഞ്ഞു ഒരു 50 ഉറുപ്പ്യ നിങ്ങൾ എഴുതിക്കളി പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് 50 പോരാ 60 ഉറുപ്പ്യ വേണമെന്ന് തന്നെ. അപ്പോൾ എന്താ അങ്ങനെയെന്ന് വെച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊരു വിളക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങൽ. ഒരു വിളക്കിന് 20, 2 വിളക്കിന് 40, 3 വിളക്കിന് 60 എന്ന് കണക്കാക്കിയിട്ടാണ് വാങ്ങലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ 2 വിളക്കെന്ന് കണക്കാക്കി 40 എഴുതാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അത് പോരാ, നിങ്ങൾ പറഞ്ഞില്ല 50 പറഞ്ഞില്ല, അപ്പോൾ 10 കൂടി എഴുതിയായിരുന്നു. അങ്ങനെ എന്താക്കി. അപ്പോൾ ഈ വിളക്ക് പറഞ്ഞാൽ എന്താണ് അതൊന്നും എനിക്കറിയില്ല, നമ്മളങ്ങോട്ട് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ 60 ഉറുപ്പ്യ കൊടുത്തു, ബാക്കി എനിക്ക് 40 തന്നു തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊരു ഊഹമോ ഒന്നുമില്ല കേട്ടോ. നമ്മളൊരു സ്ഥാപനത്തിന്, അമ്പലത്തിനാട്ടെ പള്ളിക്കാട്ടെ എന്തിനായിട്ടും ധർമ്മം ചോദിക്കാൻ വന്നത് നമ്മുടെ വീട്ടിൻ്റെ മുമ്പ് വരുമ്പോൾ ചോദിച്ചാൽ കൊടുക്കുമല്ലോ. അപ്പം എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്ന് വിചാരിച്ച് വന്നതാണ്. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ വീട്ടുമ്മേൽ തുടക്കത്തിലൊരു പേരോ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ പേരൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലത്തിൻ്റെ തറയൊക്കെ ഉണ്ട്. കാരണം നമ്മളെ അടുത്തുള്ളത് നമ്മളെ അയൽവാസികൾ ഒക്കെ ഈ ഹിന്ദുക്കളാണ്, ഹരിജനങ്ങളാണ്. അവരെ വലിയ മുത്തപ്പായി എന്ന് പറഞ്ഞാൽ താമരശ്ശേരി മുത്തപ്പായി പറഞ്ഞ ദൈവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളത് വിചാരിച്ച് വന്നതാണ് തന്നെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു അതിനെന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ അടുത്ത് ആര് വന്നാലും നമ്മളതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതേ അത് എൻ്റെ വിശ്വാസത്തിൽ ഞാനങ്ങനെ കൊടുത്തത് അത് വിളക്ക് പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി അമ്പലത്തിൽ വിളക്ക് കത്തിക്കാനാണ് എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ സംഭാവന. അപ്പം നമ്മളെ നീയത്ത് എന്താണോ അതുപോലെയാണ്. ഇന്നമല്ല അമാൽ പിന്നിയാത്തത്, നീയത്ത് കൊണ്ട് അമൽ സഹിയാകാം. റസൂലിൻ്റെ അടുക്കൽ ഒരാൾ വന്നുകാട് പറഞ്ഞില്ലേ, നബി ഇന്നലെ ഞാൻ ധർമ്മം ചെയ്തത് ഒരു മദ്യപാനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞാൽ എനിക്കതിന് പ്രതിഫലമുണ്ട്, കാരണം അത് കാണിട്ടാണ് മദ്യപാനം നിർത്തിയാക്കാം. ഇങ്ങനെ 2-3 ആൾക്ക് കൊടുത്തത് വീഡിയോ ദീർഘിപ്പിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് ഇതാക്കുന്നതല്ല. വ്യഭിചാരി, മദ്യപാനി, കള്ളന് ഇവർക്കൊക്കെ പൈസ കൊടുത്ത ഒരു സന്ദർഭത്തിന് റസൂലുള്ള അതിനെ എതിർക്കല്ല ചെയ്തത്. അപ്പം നമ്മളെ എന്താണെന്ന് അറിയാം, നമ്മളെ നിയ്യത്ത് എന്താണെന്ന് നോക്കുക. തൗഹീദും ശിർക്കും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ്. ഒരാൾ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ഒരു മുസ്ലിം, അവൻ്റെ വിശ്വാസത്തിലില്ല, എന്നാലും എന്താണ് അവൻ മുസ്ലിം ആവില്ല. എന്നപോലെ തന്നെ ഷിർക്കും, ഈ ഷിർക്കും തൗഹീദും വിശ്വാസത്തിലുള്ളതാണ്. ഈ ബാലപാഠം ഒരുവിധം ആൾക്കാർക്കും അറിയില്ല. ഇതറിയാതെ എടുത്ത് ചാടിക്കാണ്ട് കാണുന്നവരൊക്കെ വേഗം മുശ്രിക്കാക്കും. എന്നാൽ ഇവിടെ ഹിന്ദുക്കളെ ആരാധനാലയത്തിൽ അവരെ വേഷം കെട്ടി ചെന്നാൽ ഒരു ഹദീസുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും.
ആരോടെങ്കിലും സാദൃശ്യാൽ അവരിൽപ്പെട്ടവരാണെന്ന്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ശിർക്കല്ല വരും, ചിലപ്പോൾ കുഫർ വരും, ഹറാം വരും, വരും. ഇതൊക്കെ മസലകൾ എന്താണ് പറയുക, പണ്ഡിതന്മാർ പറയേണ്ടതാണ്. നമ്മളെ വിഷാദമൊന്നുമല്ല. ഇവിടെ വഴിപാട് നടത്തുക, ഒരാളെ പേരിൽ വേറെ ആൾ വഴിപാട് നടത്തുക ഒക്കെ എന്തൊക്കെയും ചെയ്താൽ അവർ കണ്ടമാതിരി ജീവിച്ചോട്ടെ എന്നല്ലാതെ മുസ്ലിം സമൂഹത്തിൻ്റെ നിയമം എന്നതാണ് വേഗം ഫത്വയായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എത്രയും പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.